പനിയൊക്കെ കുറഞ്ഞു. അല്ലെങ്കിലും ഫിറ്റ്സ് വന്നാൽ നല്ല ക്ഷീണമായിരിക്കും. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മോളെ മുറി കൊണ്ട് കിടത്തിക്കുവാനോ. നന്നായിട്ട് റെസ്റ്റ് എടുക്കട്ടെ. അച്ഛനിപ്പോ തിരിച്ചു വരും അങ്കിൾ. എനിക്ക് അച്ഛനെ ഒന്ന് കാണണം. ഈ തറവാട്ടില് എനിക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഞാൻ പഞ്ചരത്നത്തിൽ പോയി അവിടെ അച്ഛൻ്റെ ഒപ്പം താമസിച്ചോളാം. അത് നമുക്ക് അച്ഛൻ തിരിച്ചു വന്നതിന് ശേഷം ആലോചിച്ചാൽ പോരെ മോളെ. ഇപ്പോ എല്ലാവരും ഇവിടെ അല്ലേ ഉള്ളേ. ദയക്കങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. മനസ്സിനേറ്റ ഷോക്ക് കാരണമാ പനി വരാനും അത് ഫിറ്റ്സിലേക്ക് മാറാനും കാരണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ട് നല്ലൊരു കൗൺസിൽ നടത്തിയ മനസ്സിലെ ഭയമൊക്കെ അങ്ങ് മാറും. ദയെ പരിശോധിച്ച ഡോക്ടർ നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. മഞ്ജരി, ആ പ്രിസ്ക്രിപ്ഷൻ കയ്യിലില്ലേ? ഉണ്ട്, ഞാൻ ചേച്ചിറയിൽ തന്നില്ലേ? ആ, ഞാനത് ദയയുടെ മുറിയിൽ വെച്ചിട്ടുണ്ട്. സൈക്യാട്രിസ്റ്റിനെ ഒന്നും എനിക്ക് കാണണ്ട. എത്രയും വേഗം പഞ്ചരത്നത്തിലേക്ക് തിരിച്ചു പോയാൽ മതി. ഏതായാലും ദയ ഇപ്പൊ പോയി റെസ്റ്റ് എടുക്കട്ടെ. ബാക്കി നമുക്ക് പിന്നെ തീരുമാനിക്കാം. അതെ, ശരി രഘുവേട്ട, ചെല്ലു മോളെ. നമുക്ക് മുറി പോയി കിടക്കാം. വാ, വായിച്ച് പതുക്കെ. വാ. അനു, വിനയന് മക്കളെ ഒന്ന് കാണണം. അതിനാണ് ഇവൻ ഇവിടം വരെ വന്നത്. ആർച്ചയും ഭദ്രയും ചീരുവിന്റെ മുറിയില. ഞാൻ അവരെ പോയി കൊണ്ടുവരാം. ഏയ്, അത് വേണ്ട. ചീരു മുറിയിലുണ്ടല്ലോ. വിനയൻ അവിടെ ചെന്ന് മക്കളെ കണ്ടാൽ മതി. കുഴപ്പമൊന്നുമില്ല മോളെ. രണ്ടുപേരും ഇത്ര സമയം ഹോസ്പിറ്റലിൽ ഒന്നിച്ചുണ്ടായിരുന്നല്ലേ. വിച്ചുമോൻ ഉണ്ണിക്കുട്ടൻ ആ മുറി തന്നെയാണോ? അല്ല, അവര് ദയയുടെ മുറിയിൽ ഉറക്കോ. എന്നാ നീ ചെന്ന് മക്കളെ കാണും. പിന്നെ ചീരുവിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി പൊക്കോണം. അതെ, ശരി കേട്ടോ. ചീരു, എല്ലാരും പറഞ്ഞു മുറിയിൽ വന്ന് കുഞ്ഞുങ്ങളെ കണ്ടോളാൻ. ഞാനൊന്ന് കണ്ടോട്ടെ. മക്കളെ, അച്ഛൻ്റെ പൊന്നുമക്കളെ, മോളെ, അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ഉടുപ്പും ചോക്ലേറ്റും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വണ്ടിയിലിരിക്കുക. മോളെ, അച്ഛൻ പോകുമ്പോ രഘുവങ്ങളുടെ കയ്യിൽ കൊടുത്തയക്കാം കേട്ടോ. ആർച്ചമോള്, ഭദ്രമോളെ, നിങ്ങൾ എന്തേ കാണിക്കുന്നേ? അല്ല ചിരു, മക്കളുടെ ഒരു ഫോട്ടോ അമ്മ അങ്കിളിനെയും കാണിക്കാനാ. വേണ്ട, ആരെയും കാണിക്കണ്ട എന്റെ മക്കളെ. നാളെ അവരും എന്റെ മക്കളെ തേടി ഇങ്ങോട്ട് വരാനല്ലേ. അത് വേണ്ട. ഇല്ല ചിരു, നിന്റെ സമ്മതമില്ലാതെ ആരും ഇങ്ങോട്ട് വരില്ല. അപ്പൊ നിങ്ങൾ വന്നതോ? നിങ്ങൾ വന്നത് എന്റെ സമ്മതത്തോടു കൂടിയാണോ? എന്നിട്ട് എന്റെ സമ്മതത്തോടു കൂടിയാണോ കുഞ്ഞുങ്ങളെ കണ്ടത്? ഒരു കാര്യം ഞാൻ പറയാം. വന്നത് വന്നു. ഇനി നിങ്ങൾ ഇവിടേക്ക് വന്ന എന്റെ ഈ കുഞ്ഞുങ്ങളെയും കൊന്ന് ഞാനും മരിക്കും.
എന്നെ എന്റെ കുഞ്ഞുങ്ങളുടെ ശവം കണ്ടിട്ട് പിന്നെ നിങ്ങൾ ഇവിടുന്ന് മടങ്ങൂ. വേണ്ട ചിരു, വേണ്ട വേണ്ട, ഞാനിനി വരില്ല, ഒരിക്കലും വരില്ല. നീയും മക്കളും ജീവനോട് ഇരുന്നാൽ മതി, ഞാൻ കാണാൻ വരില്ല. മക്കളെ, അച്ഛൻ്റെ പൊന്നുമക്കളെ, ഒരിക്കലും നിങ്ങളെ കാണാൻ പറ്റില്ല. എല്ലാം മോളെ.